പോലീസുകാരെ കൊണ്ട് ദാസ്യപ്പണി ചെയ്യിക്കുന്നതായി ഒരു എഡിജിപിക്കെതിരെ കൂടി ആരോപണം. നിതിൻ അഗർവാളിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ളത്. പോലീസുകാരെ കൊണ്ട് വീട്ടിലെ പട്ടിയെ കുളിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. വിവരങ്ങളുമായി ശ്യാമാർ ബാബു ഒപ്പം ചേരുകയാണ്. ശ്യാം, നിതിൻ അഗർവാളിനെതിരെ ഇപ്പോൾ പുതിയ ആരോപണം വന്നിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്നും ഇതെല്ലാം വ്യക്തമാണ്. വിവരങ്ങൾ എന്തെല്ലാമാണ്? ശിവപ്രിയ, അദ്ദേഹം ബറ്റാലിയൻ ADGP ആയിരിക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ബറ്റാലിയൻ ADGP ആയിരിക്കെ ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ നായയെ കുളിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അത് ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരാണ്. ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലീസ് നായയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് വീട്ടിലെ നായയെ ADGP നിതിൻ അഗർവാൾ കുളിപ്പിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ ജോലി എന്തൊക്കെയാണ് എന്ന് വിളിച്ച് പറയുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹവും ബറ്റാലിയന്റെ ADGP ആയിരുന്നു, മുൻ ADGP ആയിരുന്നു, ബറ്റാലിയന്റെ ADGP ആയിരുന്നു നിതിൻ അഗർവാൾ. ഇപ്പോൾ അദ്ദേഹം റോഡ് സേഫ്റ്റിയുടെ കമ്മീഷണറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് അതിന്റെ ADGP ആയി ഇപ്പോൾ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ബറ്റാലിയന്റെ ADGP ആയിരിക്കെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പട്ടിയെ നായയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നേരത്തെ തന്നെ ശേഖരിച്ച് അത് പരാതിയുമായി ബന്ധപ്പെട്ട് അതൊരു പരാതിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം ചില ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. നിതിൻ അഗർവാൾ ബറ്റാലിയൻ ADGP ആയിരിക്കും. അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയർത്തി കൊണ്ടുവരാൻ ഈ ഒരു പരാതി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ചില ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ അത് പുറത്തു വന്നില്ല. ചില സമ്മർദ്ദങ്ങൾക്ക് മൂലമൊക്കെ ഈ ഒരു പരാതി അവിടെ തന്നെ അവസാനിച്ചു. ഇതിനുശേഷം ഈ സംഭവം ഉണ്ടായപ്പോൾ ഇത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ചില ഉദ്യോഗസ്ഥർ കൈമാറിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ, ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട, പോലീസ് നായയുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കേണ്ട ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ നായയെ കുളിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി സംസ്ഥാന പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഈ ഒരു സംഭവം മാത്രമാണ് എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ വന്നിരുന്നു. അതായത് ഗവാസ്കറിനെ മർദ്ദിച്ച സംഭവം അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്, ഇത് ഒരു അപൂർവമായി സംഭവിച്ച ഒരു കാര്യമാണ്, അത്തരം സംഭവങ്ങളൊന്നും ഈ ഒരു പോലീസ് സേനയിൽ നടക്കുന്നില്ല എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ നേരത്തെ വന്നിരുന്നു. അവയെല്ലാം തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നായയെ ആ ഉന്നത ഉദ്യോഗസ്ഥൻ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് കുളിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശിവപ്രിയ, പോലീസുകാരോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ADGP സുധേഷ് കുമാറിനെതിരെ നടപടി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പോലീസുകാരെ കൊണ്ട് ദാസ്യപ്പണി ചെയ്യിക്കുന്നതായി ഒരു ADGPക്കെതിരെ കൂടി ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ളത്. നിതിൻ അഗർവാളിനെതിരെയാണ് ഇപ്പോൾ പുതിയ ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. പോലീസുകാരെ കൊണ്ട് വീട്ടിലെ പട്ടിയെ കുളിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുകയാണ്. ശ്യാം തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ നിതീഷ് കുമാറിനെതിരെ നടപടി വന്നതുപോലെ ഇനിയൊരു നടപടിക്ക് സാധ്യതയുണ്ടോ? ശിവപ്രിയ, അതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്. അതിപ്പോൾ ഈ 4 മണി ബുള്ളറ്റിനിൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിനോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് പറയുന്നു, പോലീസ് എന്ത് പറയുന്നു എന്നുള്ളത് ഇനി വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. നേരത്തെ DGP സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ അസോസിയേഷൻ ഭാരവാഹികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു കാരണവശാലും ദാസ്യപ്പണി ഇനി അനുവദിക്കില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇത് കുറച്ചു കാലം, ഈ വീഡിയോയ്ക്ക് കുറച്ചു കാലം പഴക്കമുണ്ട്. നിതിൻ അഗർവാൾ അദ്ദേഹം ബറ്റാലിയന്റെ ADGP ആയിരിക്കെ സംഭവിച്ച കാര്യമാണ്. വീഡിയോയ്ക്ക് പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ ഇനി ഇതിന്റെ അന്വേഷണം നടത്തി അത് എന്താണ് സംഭവം എന്ന് കൂടുതൽ അന്വേഷിച്ച ശേഷം മാത്രമേ സാധാരണഗതിയിൽ പോലീസ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരിത് അന്വേഷണം നടത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോയിൽ വിശ്വാസ്യതയുണ്ട് എന്ന് പറയാനുള്ള കാര്യം, ഇത് നേരത്തെ തന്നെ ഒരു പരാതിയായിരുന്നു. ഇതൊരു പരാതിക്ക് വേണ്ടി ചില ഉദ്യോഗസ്ഥർ തയ്യാറാക്കി വെച്ച വീഡിയോയാണ്. ഈ വീഡിയോ പരാതിയായി DGPയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശമായിരുന്നു ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ, അതായത് ഈ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും അന്ന് അദ്ദേഹം ബറ്റാലിയന്റെ ADGP ആണ്, ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുന്ന ഒരു ADGP ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം നിലനിൽക്കുമെന്ന സംശയം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അന്ന് മുതൽ തന്നെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, അതായത് ഗവാസ്കർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ADGPക്ക് എതിരായി നിന്നു. അവസാന നിമിഷം വരെയും അദ്ദേഹം അതിനോട് പോരാടി. ADGPക്ക് സ്ഥാനം തെറിക്കുന്ന
അവസ്ഥയുണ്ടായി. അതിൽ നിന്നും കുറെ മനോവീര്യം ഈ പോലീസുകാർക്ക് ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഒരു കാര്യമാണ് ഇപ്പോൾ, അതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവർക്ക് ധൈര്യമായി പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രഹസ്യമായി മാധ്യമങ്ങൾക്ക് ഈ വീഡിയോ എത്തിച്ച് നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ പോലീസുകാർ തന്നെയാണ് ഇത് നമുക്ക് കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശ്വാസ്യത പൂർണ്ണമായും ഇത് ശരിയാണ്, ഈ സംഭവം ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന പോലീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് തെളിയിക്കുകയാണ് ഈ വീഡിയോ. 3 പോലീസ് ഉദ്യോഗസ്ഥർ ഒരു നായയെ കുളിപ്പിക്കുന്നു. നിതിൻ അഗർവാൾ എന്ന് പറയുന്ന ADGP തന്റെ കീഴക്കടയിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്വന്തം നായയെ വരെ കുളിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഈ പരിക്കേറ്റ് കിടക്കുന്ന ഗവാസ്കറും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. സുദേശ് കുമാറിന്റെ വീട്ടിലെ നായയെ കുളിപ്പിക്കുന്നത് അവിടുത്തെ പോലീസുകാരാണ്, അവിടെ ഡ്യൂട്ടിക്ക് പോകേണ്ട പോലീസുകാരാണ് അവിടെ നായയെ കുളിപ്പിക്കേണ്ടതും നായയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതും നായയ്ക്ക് വേണ്ട ഭക്ഷണം ഒരുക്കേണ്ടതുമെല്ലാം പോലീസുകാരാണ് എന്ന് നേരത്തെ തന്നെ ഈ ഗവാസ്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, പരിക്കേറ്റ് കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സംഭവം കണ്ടിരുന്നു. SIP ക്യാമ്പിലുണ്ടായ പ്രതിഷേധം. നായയ്ക്ക് മീൻ വറുത്ത് നൽകുന്നതിന് വേണ്ടി, പൊരിച്ചു നൽകുന്നതിന് വേണ്ടി SIP ക്യാമ്പിലെ മെസ്സിലേക്ക് സുദേശ് കുമാറിന്റെ നായയ്ക്ക് മീൻ കൊടുക്കാൻ വേണ്ടി SIP ക്യാമ്പിൽ ഒരു ഉദ്യോഗസ്ഥൻ പോകുന്നു. ആ ഉദ്യോഗസ്ഥനെ മറ്റു ഉദ്യോഗസ്ഥർ ചേർന്ന്, സഹപ്രവർത്തകർ ചേർന്ന് തടഞ്ഞു വെക്കുന്നു. തടഞ്ഞു വെച്ച ശേഷം അയാൾക്ക് താക്കീത് നൽകുന്നു. ഇനി മേലിൽ ഇത്തരത്തിൽ ദാസ്യപ്പണി ചെയ്യരുതെന്ന് താക്കീത് നൽകി അയാളെ പറഞ്ഞേക്കും. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ഇത് ഒരു ഉദ്യോഗസ്ഥരിൽ മാത്രം നടക്കുന്ന കാര്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ. സുദേശ് കുമാർ മാത്രമല്ല ഇത്തരത്തിൽ താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ അടിമകളായി കാണുന്നത്. സുദേശ് കുമാർ മാത്രമല്ല, ADGP സുദേശ് കുമാർ മാത്രമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ. ശ്യാം, പരാതി നൽകുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണോ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്? ഇവർക്ക് പരാതിയുണ്ടോ? തീർച്ചയായും ശിവപ്രിയ, ഇത് ഉടൻ തന്നെ ഇത് അസോസിയേഷൻ, ഈ ദൃശ്യം പുറത്തു വന്ന സാഹചര്യത്തിൽ അസോസിയേഷൻ ഭാരവാഹികളെ ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. ഈ വാർത്ത കാണുന്ന, ഈ ശ്രദ്ധയിൽപ്പെടുന്ന അസോസിയേഷന്റെ ഭാരവാഹികൾ അവർ ഉടൻ തന്നെ ഇതിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അവർ തന്നെ ഈ വീഡിയോ അത് DGPയിലേക്ക് കൈമാറുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും അടുത്ത ഒരു പരാതി കൂടി ഉയർന്നു വരികയാണ്. ഈ ദാസ്യപ്പണി എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രം അവസാനിക്കുന്ന കാര്യമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസോസിയേഷൻ ഉത്തരവാദിത്തപ്പെട്ട, നേരത്തെ അവർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു, ഇത്തരം സംഭവങ്ങൾ തങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കാര്യത്തിൽ ഇടപെടുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഒരാളിൽ മാത്രമല്ല ഈ സംഭവം ഒതുങ്ങുന്നത്. ഒരു ADGP മാത്രമല്ല ഇത്തരത്തിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരെ അടിമകളെ പോലെ കാണുന്നത് ഒരാൾ മാത്രമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് വീഡിയോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയ അസോസിയേഷന്റെ ഭാരവാഹികൾ അവർ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരാളിൽ മാത്രമല്ല ദാസ്യപ്പണി അവസാനിക്കുന്നതിന്റെ തെളിവുകളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ശിവപ്രിയ.